ഇതിനെ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവൻ ഫോൺ ചെയ്യുന്നെങ്കിലും പൂജാമുറിയിൽ നിന്ന് ഫോൺ കിട്ടുന്നു. ഫോൺ കൊണ്ടുവന്ന് ശിവൻ്റെ കൊടുക്കുന്നു. ശിവൻ പറയുന്നുണ്ട് ആരും വിളിക്കരുതെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് അഞ്ജലി അവർ പോയിരിക്കുന്നത്. അതേ ശിവേട്ടാ, പൂജാമുറിയിൽ വിളക്കിൻ്റെ തിരി കൊളുത്തി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. എങ്കിൽ വെളുപ്പിനെ ആയിരിക്കും പോയിരിക്കുന്നത്. ഹരിയേട്ടനെയും കണ്ണനെയൊക്കെ വിവരം അറിയിക്കണ്ടേ? അഞ്ചു അങ്ങോട്ട് വിവരം അറിയിക്കാൻ പോകുമ്പോൾ അപ്പു ഹരിക്ക് ചായ കൊടുത്തിട്ട് ഗ്ലാസ്സുമായിട്ട് വരുന്നുണ്ട്. അപ്പു ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ രണ്ടുപേരും വല്ലാതിരിക്കുന്നത്? ശിവൻ കത്ത് അപ്പുവിൻ്റെ നേർക്ക് നീട്ടുന്നു. അപ്പോൾ അത് മേടിച്ച് വായിക്കുന്നുണ്ട്. കത്ത് വായിച്ച് അപ്പോൾ ആകെ ഷോക്കായിട്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. കുറ്റബോധവും എല്ലാം കൊണ്ട് ആകെ തകർന്ന് നിൽക്കുക അപ്പു. എന്താ അപ്പു നീ വായിക്കുന്നത് എന്ന് ചോദിച്ച് ഹരിയും വരുന്നു. ഹരിയും കത്ത് വായിക്കുന്നു. ഇത് എവിടുന്നാ ശിവ ഈ കത്ത് കിട്ടിയേ? ഏട്ടൻ്റെയും വല്യേട്ടത്തിയുടെയും ബെഡ്റൂമിൻ്റെ ടേബിളിൽ നിന്ന് കിട്ടിയതാ ഹരിയേട്ടാ എന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്നു. പിന്നെ ന്യൂസ് പേപ്പറിൻ്റെ കാര്യവും പാൽക്കാരൻ്റെ കയ്യിൽ നിന്ന് പാൽ മേടിച്ചതും ചായ ഇട്ടതും അഞ്ചു ആണെന്നും സംശയം നോക്കിയപ്പം ശിവൻ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ഈ കത്ത് കിട്ടിയതാണെന്നും ഹരി അറിയിക്കുന്നു. ഉടനെ ഹരി ചോദിക്കുന്നു, നിനക്ക് ഏട്ടൻ്റെ ഫോണിലൊന്നും വിളിക്കാറുന്നില്ല ശിവ? ഇത് കേട്ട് അഞ്ജലി പറയുന്നുണ്ട്, ശിവേട്ടൻ വിളിച്ചു ഹരിയേട്ടാ, പക്ഷെ റിങ് കേട്ടത് പൂജാമുറിയിൽ നിന്നാണ്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരുടെയും ഫോണുകൾ പൂജാമുറിയിലായിരുന്നു. ഇത് കേട്ട് ഹരി നമ്മുടെ അപ്പുവിൻ്റെ നേർക്ക് പൊട്ടിത്തെറിക്കുകയാണ്. സന്തോഷമായില്ലേ അപ്പു നിനക്ക്? എവിടേക്കാ പോയതെന്ന് പോലും അറിയാതെ ഇരിക്കാൻ ഫോണുകൾ പോലും ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോയതെങ്കിലേ ആ മനസ്സുകൾ അത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ദേവൂട്ടി ഏട്ടത്തിയുടെയും മുറിയിൽ നിന്ന് വലിച്ചുകൊണ്ട് വന്നപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാന്ന്. നീ കേട്ടോ? ഇപ്പോൾ തൃപ്തിയായില്ലേ നിനക്ക്? നീ എന്നെ മാത്രം പഴിചാരണ്ട. നിങ്ങളുടെ പുന്നാര അനിയൻ കണ്ണൻ കാരണം ഇവിടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? ഈ ബഹളം കേട്ട് കണ്ണൻ അവിടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ കൊച്ചേട്ടത്തി പറയുന്നത്? നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നോ? അറിയണോടാ നിനക്ക്? ദാ ഇത് വായിച്ച് നോക്ക് നീ. കത്ത് വായിച്ച് കണ്ണൻ ആകെ തകർന്ന് നിൽക്കുമ്പോൾ അപ്പു വീണ്ടും പറയുക, സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഈ കുടുംബത്തിലേക്ക് നീ ആ പാതിരാത്രി വന്ന് കയറിയതോടെയാടാ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. നിനക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടി ഈ കുടുംബം നാലാക്കി വെട്ടിമുറിക്കാൻ നീ നോക്കി. പക്ഷേ ആ വെട്ടുകൊണ്ട് മുറിഞ്ഞത് ഈ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ഹൃദയമാടാ. ഞാൻ അല്ലാണ്ടായി പോയത് അതുകൊണ്ടാടാ. ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന എന്തു ചെയ്യുമെന്നുള്ള പേടി കൊണ്ടാ. ഇപ്പോൾ നീ കാരണം സംഭവിച്ച എല്ലാത്തിനും കുറ്റം ഞാൻ ചുമക്കേണ്ട അവസ്ഥയിലാണ്. ഇതെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുക കണ്ണൻ. ഇത് കേട്ട് ശിവൻ പറയുന്നുണ്ട്, ഇപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താനുള്ള സമയമല്ല. വല്യേട്ടത്തെയും പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ചെന്ന് അന്വേഷിക്കുക വേണ്ടത്. കേട്ട് അഞ്ജു പറയുന്നു, പൂജാമുറിയിലെ വിളക്കിലെ തിരി കൊളുത്തിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പാ അവരധികം ദൂരം പോകാൻ വഴിയില്ല ശിവേട്ട. ഇത് കേട്ട് ശിവൻ ഫോൺ എടുത്ത് ഹരിയേട്ട വാ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഓടുന്നു. അഞ്ജു അപ്പോൾ അവരുടെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. കണ്ണൻ ആകെ തകർന്ന് കത്തും പിടിച്ചിങ്ങനെ സോഫയിലിരിക്കുന്നു. ശിവൻ മുറ്റത്ത് നിന്ന് ശത്രുവിനെ ഫോൺ ചെയ്ത് തിരക്കുന്നു. കണ്ടില്ലാന്ന് ശത്രു മറുപടിയും പറയുന്നു. ഹരിയും ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് തിരക്കുക, അവരാരും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ ശിവനും ബൈക്ക് എടുത്ത് അവരെ തിരക്കാൻ പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അപ്പു ഓടി വന്ന് പറയുന്നുണ്ട്, അല്ല ഹരി, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു വണ്ടിയിലാണോ പോകുന്നത്? അതിന് ശിവൻ ചോദിക്കുന്നത്, അത് അപ്പുവേട്ടത്തി അങ്ങനെ ചോദിച്ചത്? ശിവൻ കാറിലും ഹരി ബൈക്കിലുമാണ് പോകുന്നതെങ്കിലേ ഒത്തിരി സ്ഥലങ്ങൾ അന്വേഷിക്കാമല്ലോ, അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് അപ്പു പറയുന്നത് ശരിയാ ശിവേട്ട, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി അന്വേഷിക്കുന്നത് നല്ലത്. രണ്ട് വഴിക്ക് അന്വേഷിക്കുന്നതല്ലേ. മാത്രമല്ല ശിവേട്ടൻ കാറിൽ പോവുകയാണെങ്കിൽ അവരെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ കൂട്ടിക്കൊണ്ടും വരാമല്ലോ. ഇത് കേട്ട് അപ്പു വീണ്ടും പറയുന്നുണ്ട്, അതല്ല ഹരിയാണ് ഇനി കാണുന്നതെങ്കിൽ ശിവനെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോരെ എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, അപ്പു അഞ്ജുവും പറഞ്ഞത് ശരിയാ ശിവ, നീ കാർ എടുക്ക്, ഞാൻ ബൈക്കിലേക്ക് വരാം. അഞ്ജു കീ എടുക്കാൻ പോകുന്നു. ശിവൻ പറയുന്നുണ്ട്, ഹരിയേട്ടൻ കാർ എടുത്തോ, ഞാൻ ബൈക്കിൽ പോയിക്കോളാം. അത് വേണ്ട ശിവ, കാറ് നീ എടുത്താൽ മതി. അഞ്ജലി കാറിൻ്റെ കീ കൊണ്ടുവന്ന് ശിവൻ്റെ കൈ കൊടുക്കുന്നു. അങ്ങനെ ശിവൻ ചോദിക്കുന്നുണ്ട്, ഹരിയേട്ടൻ എങ്ങോട്ട് പോകുന്നു? ഹരി പറയുന്നുണ്ട്, ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ നോക്കാം. ശരി എന്നാൽ പോയിക്കോ എന്നും പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങുക. പലയിടങ്ങളിൽ തിരക്കെങ്കിലും അവരെ കണ്ടെത്താനാവില്ല. അതേസമയം സാന്ത്വന വീട്ടിൽ ആകെ കരഞ്ഞിങ്ങനെ തകർന്ന് നിൽക്കുകയാണ് കണ്ണൻ. അവൻ്റെ അടുക്കലോട്ട് അഞ്ജു ഒന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് പണം വേണമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വേഷം കെട്ടി ഈ കുടുംബത്തിലുള്ളവരുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ച് പരസ്പരം കണ്ട മുഖം തിരിക്കേണ്ട അവസ്ഥയിൽ എത്തിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോടാ കണ്ണൻ നിനക്ക്? തെറ്റ് പറ്റിപ്പോയി കുഞ്ഞേട്ടത്തി. പഴയ കണ്ണനായി വന്ന് ഞാൻ ഇത്രയും പണം വേണമെന്ന് പറഞ്ഞാൽ ആരും അതിനൊരു വിലയും തരില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ച് പരുക്കനായിട്ട് എല്ലാവരോടും പെരുമാറിയതും പണം കിട്ടിയേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചതും. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്നും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ ഇല്ലാണ്ടാകുമെന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല കുഞ്ഞേട്ടത്തി. നീ കാരണം ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും നിനക്ക് സത്യം തുറന്നു പറയാൻ തോന്നിയില്ലല്ലോ കണ്ണ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കുടുംബത്തിൽ ഇങ്ങനെയൊരു നഷ്ടം സംഭവിക്കുവായിരുന്നോടാ. പലതവണ സത്യം തുറന്നു പറഞ്ഞാലൊന്നും ഞാൻ ആലോചിച്ചതാ. പക്ഷെ പെട്ടെന്ന് തുറന്നു പറഞ്ഞാൽ എല്ലാവരും എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ് കൊച്ചേട്ടത്തി പരുക്കനായിട്ട് തന്നെ പെരുമാറിയത്. ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിലും ദേവേച്ചിയോടെങ്കിലും നിനക്ക് തുറന്നു പറയാമായിരുന്നല്ലോടാ. നിന്നെ സ്വന്തം അമ്മയെ പോലെ വളർത്തിയ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി ചങ്കിൽ കുത്തും പോലെ എന്തൊക്കെയോ നീ പറഞ്ഞു കൂട്ടിയത്. നിന്നെ ലാളിച്ച് വളർത്തിയതിൻ്റെ പേരിൽ എന്തൊക്കെ പഴി കേട്ടിട്ടുണ്ട് ദേവേച്ചി.
ഇത് കേട്ട് അപ്പു പറയുക, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഭാഗ്യമില്ലാതായി പോയെങ്കിലും ആ വേദനയും സങ്കടവും എല്ലാം ദേവേട്ടത്തി മറന്നിരുന്നത് നിങ്ങൾ 3 പേരെയും വളർത്താൻ കഴിഞ്ഞുവല്ലോ എന്നോർത്താ. പ്രത്യേകിച്ച് ഏറ്റവും ഇളയനായ നിന്നെ. ആ മനസ്സ് നീ വേദനിപ്പിച്ചതിൻ്റെ ശാപം നീ എന്തൊക്കെ പ്രായശ്ചിത്തം ചെയ്താലും നിന്നെ വിട്ട് പോകില്ലടാ കണ്ണ. ഇങ്ങനൊന്നും പറയല്ലേ കൊച്ചെട്ടത്തി. ചെയ്തു പോയ അപരാധങ്ങൾ ഓർത്ത് നെഞ്ചു നീറിയിരിക്കുക. അങ്ങനെയൊക്കെ ശാഠ്യം പിടിച്ചെങ്കിലും വലിയേട്ടനും വലിയേട്ടത്തിയും ആരോടും ഒരു വാക്കുപോലും പറയാതെ ഈ കുടുംബം വിട്ടു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനിയും ഇതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ചു പോവുകയാണ്. അവിടെയൊക്കെ ദേവുമോള് വന്ന് അപ്പൂനോട് ചോദിക്കുന്നുണ്ട്, മമ്മി അമ്മ എവിടെ മമ്മി? അമ്മയും അച്ഛനും അമ്പലത്തിൽ പോയിരിക്കുക മോളോ. എന്നെ എന്താ കൊണ്ടുപോകാത്തെ? എന്തിനാ എല്ലാവരും കരയുന്നേ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജു പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല മോളെ, അമ്മയും അച്ഛനും വരുമ്പോഴേക്കും ചെറിയമ്മ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് മോൾക്ക് നല്ല ഉടുപ്പൊക്കെ ഇട്ട് തരാം കേട്ടോ. എന്നെ അമ്മ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ചോളും. മോള് ഉറക്കം എണീറ്റ് വരുമ്പോഴേക്കേ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇടിച്ച് നല്ല സുന്ദര കുട്ടിയാകെ നിർത്തണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ട് അമ്മ പോയിരിക്കുന്നത്. ചെറിയമ്മയുടെ ചക്കരക്കുട്ടി വാ എന്നും പറഞ്ഞ് മോളെയും കൊണ്ട് അഞ്ജു പോകുന്നുണ്ട്. കണ്ണനും അപ്പവും വാവൊത്തി കരയുകയാണ് അവിടെ ഇരുന്ന്. പിന്നെ ശിവനെ കാണിക്കുന്നു. ബാലനും ദേവിയും പോകുന്ന അമ്പലത്തിൽ ചെന്ന് തിരക്കുന്നു. അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് 1 വർഷത്തേക്കുള്ള സാന്ത്വനം കുടുംബാംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന മുഴുവൻ പൂജകളുടെയും ക്യാഷൊക്കെ അവർ പേ ചെയ്തിട്ടാണ് പോയെന്നാണ്. പിന്നെ കാണിക്കുന്നത് ഹരിയെ ശിവനെ ഒന്നിക്കുന്നു. എന്നിട്ട് ഹരി പറയുന്നുണ്ട്, ബസ് സ്റ്റാൻഡിലും കൂട്ടുകാരോടും ഒക്കെ തിരക്കി ആർക്കും ഒരു അറിവുമില്ല ശിവ. ആളുകൾ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുക, എന്താടാ ശിവ ഞാൻ ഇവരോടൊക്കെ പറയുക. എന്നിട്ട് ഹരി പൊട്ടി കരയുന്നു. ഇത് കണ്ട് ശിവൻ പറയുന്നുണ്ട്, എന്താ ഹരിയേട്ടാ ഇത്? അവർ എവിടെ പോകാനാ ഹരിയേട്ടാ? ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും വലിയേട്ടത്തിനെയും വലിയേട്ടത്തെയും നമ്മൾ കണ്ടെത്തും. എന്തായാലും നമുക്ക് ശങ്കരമാമയൊന്ന് കണ്ട് സംസാരിക്കാം. ഇനിയും കാര്യങ്ങൾ അമ്മാമ്മയെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് കേട്ട് ഹരി പെട്ടെന്ന് കണ്ണുനീര് തുടച്ചിട്ട് പറയുന്നുണ്ട്, അതെ, മുൻപ് അപ്പുനെ കാണാതെ പോയിട്ടേ ഒടുവിൽ അമ്മാമ്മയല്ലേ അവളെ ആരും അറിയിക്കാതെ ചന്ദ്രത്ത് താമസിപ്പിച്ചിരുന്നതും വിവരം അവളുടെ ഡാഡിയെയും മമ്മിയെയും നമ്മളെയൊക്കെ അറിയിച്ചതും എല്ലാ പ്രശ്നങ്ങൾ പരിഹരിച്ചതും. നമുക്ക് ചന്ദ്രത്തേക്ക് ചെന്ന് അമ്മാമ്മയെ കാണാം, നീ വാ. ഇത് കേട്ട് ശിവൻ പറയുന്നുണ്ട്, ഏയ് വേണ്ട, ചന്ദ്രത്തേക്ക് ചെന്ന് കഴിഞ്ഞാലേ അമ്മായി വിവരം അറിയും. തൽക്കാലം അമ്മായിയെ അറിയിക്കാതിരിക്കുന്നത് നല്ലത്. ഇത് കേട്ട് ഹരി ചോദിക്കുന്നുണ്ട്, അല്ല അതുപോലെ സേതുവേട്ടനെ അറിയിക്കണ്ടേ ശിവ? അത് സേതുവേട്ടനോട് ഇപ്പോൾ എന്താ പറയുക? നമ്മൾ കാരണം വല്യേട്ടനും വല്യേട്ടത്തെയും വീട് വിട്ടു പോയിന്നോ? സേതുവേട്ടൻ സഹിക്കുമോ അത്? തൽക്കാലം സേതുവേട്ടനെ അറിയിക്കേണ്ട. കാണിക്കുന്നത് ഹരിയും ശിവനും ശങ്കരമാമയുടെ കാര്യങ്ങളെല്ലാം പറയുന്നു. ശങ്കരമാമ ചോദിക്കുന്നുണ്ട്, വീട്ടിൽ തമ്മിൽ തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളാരും എന്താ എന്നെ വിളിച്ച് പറയാതിരുന്നത്? അഞ്ജുവിനെ എത്രയോ തവണ ഞാൻ വിളിക്കുകയും അവളുടെ വിശേഷങ്ങൾ തിരക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും അവളും ഇതിനെക്കുറിച്ചൊന്നും സൂചിപ്പിക്കുകയും ചെയ്തില്ല. അന്ന് ഊട്ടുപുരയിൽ വന്നപ്പോൾ സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോടൊന്നും സംസാരിക്കേണ്ടെന്നും അതിനെക്കുറിച്ചൊക്കെ ബാലൻ വേണ്ട തീരുമാനങ്ങൾ എടുക്കൂന്നല്ലേ നീയും അഞ്ജുവും പറഞ്ഞിരുന്നത്? അതുകൊണ്ടായിരുന്നു ഞാൻ അന്ന് ഇടപെടാതിരുന്നത്. ഉടനെ ശിവൻ പറയുന്നുണ്ട്, അത് പിന്നെ അമ്മാമ്മ സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യത്തിൽ ഇടപെട്ട് സംസാരിച്ച അവിടെ ഞാനോ അഞ്ജുവോ അമ്മാമ്മയോട് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടാണെന്ന് വലിയേട്ടന് തോന്നിയാലോ എന്ന് കരുതിയിട്ടാ. ഇത് കേട്ട് അമ്മാമ്മ മറുപടി പറയുകയാ, ഞാൻ ഇടപെട്ട് സംസാരിക്കാതിരുന്നത് തെറ്റായിപ്പോയി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആരോടും മറുത്തൊന്നും സംസാരിക്കാനോ എല്ലാവർക്കും അനുകൂലമായൊരു തീരുമാനം എടുക്കാൻ പറ്റാതെയോ ബാലനും ദേവിയും അവരുടെ സങ്കടങ്ങൾ ചങ്കിൽ ഒളിപ്പിച്ചുകൊണ്ട് നടന്നിട്ട് സഹിക്കാനാകാതെ വന്നപ്പോഴായിരിക്കും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചത്. ഞാൻ കണ്ട സമയത്തേ ബാലൻ എന്നോട് അവൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. കണ്ണനിൽ നിന്നും അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ സംഭവിച്ചിരുന്നത്. ഏതോ അന്യനോടോ ശത്രുവിനോടോ പെരുമാറുന്ന പോലെയുള്ള പെരുമാറ്റമൊക്കെ ബാലൻ്റെ മാത്രമല്ല ദേവിയുടെയും മനസ്സ് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുത്തുവാക്കുകളും ദേവിയോടും ബാലനോടും ഉള്ള സമീപനവും ഒക്കെ ദേവിയെപ്പോലെ തന്നെ ബാലനെയും വിഷമിപ്പിച്ച് കാണുമെന്ന് ഉറപ്പല്ലേ. മാത്രമല്ല ദേവുമോളെ ദേവിയിൽ നിന്ന് അകറ്റാൻ നോക്കിയത് വല്ലാത്ത ക്രൂരതയായിപ്പോയി ഹരി. ഇത് കേട്ട് ചങ്ക് തകർന്നു നിൽക്കുന്ന ഹരിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. നാളത്തെ നല്ല എപ്പിസോഡിനായി കാത്തിരിക്കാൻ. താങ്ക് യു.